ഹായ്, വെൽക്കം ടു CC Plus. ആദ്യം തന്നെ 10ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്ക് വാങ്ങി വിജയിച്ചിട്ടുള്ള എല്ലാവർക്കും CC Plusൻ്റെ അഭിനന്ദനങ്ങൾ പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് +1ൻ്റെ ഏകജാലക പോർട്ടലിലേക്കൊക്കെ നമ്മൾ പോകാനായിട്ട് ഇരിക്കുകയാണല്ലേ. എന്താണ് നമ്മുടെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയായിരുന്നു എല്ലാവരും. നമുക്ക് എന്താണ് +1 ഏകജാലക പ്രവേശനം കാണാമല്ലോ അല്ലേ. മെയ് 14 മുതൽ 20 വരെയാണ് നമുക്ക് ഡേറ്റ് വന്നിട്ടുള്ളത്. അതായത് +1 പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാരും ഈ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം, അവരുടെ ഏകജാലക പോർട്ടലിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. സൈറ്റ് നമ്മളിതേ ഇവിടെ കൊടുത്തിട്ടുണ്ട്, HSC CAP. അത് നമ്മൾ ഗൂഗിളിൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സൈറ്റിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കയറാൻ പറ്റും. അവിടെ പബ്ലിക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എന്തുണ്ട്, പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിനി എന്താ പഠിക്കാൻ പോകുന്നേ അല്ലേ. നമുക്ക് മുന്നിലേക്ക് ഇത്രയും കാലം എന്താണ്, ഒന്നെങ്കിൽ 7, 8, 9, 10 മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം അല്ലേ, അല്ലെങ്കിൽ CBSE സ്റ്റേറ്റ് സിലബസ്, ഇതൊക്കെ ആയിരുന്നു ഓപ്ഷൻസ്. പക്ഷേ ഇനി എന്താണ്, ഈ ഒരു പോർട്ടലിലേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ എന്താണ്, ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് മുന്നിലേക്ക് വരാൻ പോവുകയാണ്. സയൻസ് തന്നെയാണെങ്കിലും ബയോളജി, കമ്പ്യൂട്ടർ, അതേപോലെ കൊമേഴ്സിൽ തന്നെയാണെങ്കിലും എന്താണ് അക്കൗണ്ടൻസി, അതിൻ്റെ കൂടെ തന്നെ കമ്പ്യൂട്ടർ, അങ്ങനെ പല പല കോമ്പിനേഷൻസുകൾ നമുക്ക് മുന്നിലേക്ക് വരാൻ പോവുകയാണ്. അതായത് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത് എവിടെയാണ്, നമ്മളുടെ +1 +2 അപ്പോൾ ഓരോ ഓപ്ഷനും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രോസ്പെക്ടസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് മൊബൈൽ ഫോണിൽ തന്നെ അപേക്ഷ കൊടുക്കാൻ പോകുന്നതിന് മുൻപ് ഈ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. മലയാളത്തിൽ നല്ല കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ട്. ഓരോരോ കോഴ്സുകൾ, അതിൻ്റെ കോമ്പിനേഷനുകൾ എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപേക്ഷിക്കാൻ പോകുന്നതിന് മുൻപ് എല്ലാവരും പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ അതിൽ കയറി കഴിയുമ്പോൾ നമുക്കൊരു കൃത്യമായിട്ടൊരു മൊബൈൽ നമ്പർ വെച്ച് ഒരു OTP വരും. നമ്മൾ മൊബൈൽ നമ്പർ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യണം. ആ മൊബൈൽ നമ്പർ നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഒരു ID നമുക്ക് കിട്ടും. പിന്നെ എന്താണ്, നമുക്ക് 50 ഓപ്ഷൻ വരെ നമുക്ക് കൊടുക്കാം. അതാണ് ഇനി നമുക്കുള്ളത്. അതായത് നമുക്ക് കൊമേഴ്സ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ, സയൻസ് വേണോ, ഏതാണെങ്കിലും നമുക്ക് 50 ഓപ്ഷൻസ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അലോട്ട്മെൻറ്റിന് വേണ്ടി കൊടുക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ 24-ാം തീയതി നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വരും. അതായത് മെയ് 24-ാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് വരും. അതിൽ ഓപ്ഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകൾ തിരുത്താനുള്ളവരൊക്കെ എന്താണ്, ആ ഒരു സമയം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വിനിയോഗിക്കണം. അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമുക്ക് ജൂൺ 2-നും ലാസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ 17-നുമാണ്. ജൂൺ 18-ാം തീയതിയോട് കൂടിയിട്ട് ഹയർ സെക്കൻഡറിയുടെ +1 ക്ലാസ് ആദ്യവർഷ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. പ്രോസ്പെക്ടസ് ഒക്കെ എല്ലാവരും കൃത്യമായിട്ട് വായിച്ച് നോക്കുക. ഓരോ കോമ്പിനേഷൻസ്, ആ ഒരു കോമ്പിനേഷൻസിൽ വരുന്ന, അതായത് ഓരോ വിഷയത്തിലും വരുന്ന കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്, അതായത് സയൻസിൽ ഏതൊക്കെ കോമ്പിനേഷൻസ് വരുന്നുണ്ട്, അതേപോലെ ഹ്യൂമാനിറ്റീസിൽ ഏതൊക്കെ കോമ്പിനേഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ പ്രോസ്പെക്ടസിൽ നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ്, അത് സംബന്ധിച്ച് ഓരോ കോമ്പിനേഷൻസിലും പഠിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഏതെല്ലാം കോഴ്സുകൾ പഠിക്കാൻ പറ്റും, അതിൻ്റെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ CC Plusലിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല, നിങ്ങൾക്ക് ഏത് വിഷയവും ധൈര്യമായിട്ട് പഠിക്കാനെടുക്കാം. ഏത് കോമ്പിനേഷനിലാണെങ്കിലും എന്താണ്, ഇൻഡിവിജ്വൽ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ CC Plusൻ്റെ ഹോൾ ടീം നിങ്ങളുടെ കൂടെയുണ്ട്. താങ്ക്